ഹായ്, ഞാൻ KKM കൊണ്ടോട്ടി. ഒരു മാസവും കൂടി കഴിഞ്ഞാൽ എല്ലാവരും ചെറിയ മക്കളെ നഴ്സറികളിലേക്കും സ്കൂളുകളിലേക്കുമൊക്കെ പറഞ്ഞയക്കുകയാണ്. നല്ല സന്തോഷമുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ലോകപ്രശസ്തനായ ഒരു വ്യക്തി തൻ്റെ മകനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചപ്പോൾ എഴുതിയൊരു കത്താണ് ഇന്ന് നിങ്ങളുടെയൊക്കെ അറിവിലേക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ എഴുതി: ലോകമേ, ഇന്നെൻ്റെ പുത്രൻ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ്. ലോകമേ, എൻ്റെ കുട്ടിയെ കൈപ്പിടിച്ചുയർത്തൂ, അവൻ്റെ സ്കൂൾ ജീവിതം ആരംഭിക്കുകയാണ്. അല്പകാലത്തേക്ക് എല്ലാം അവന് അപരിചിതവും പുതുമ നിറഞ്ഞതുമായിരിക്കും. നിങ്ങൾ അവനോട് മൃദുവായി പെരുമാറും എന്ന് ഞാൻ കരുതുന്നു. ഇന്നലെ വരെയും അവൻ അവൻ്റെ പരിചിതമായ മേഖലയിലെ രാജാവായിരുന്നു. വീടിൻ്റെ പുറകുവശത്തെ അങ്കണത്തിലെ മേലധികാരിയായിരുന്നു അവൻ. അവൻ്റെ മുറിവുകൾ തുന്നിക്കെട്ടാനും അവനെ ആശ്വസിപ്പിക്കാനും ഞാൻ എപ്പോഴും അടുത്തുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ ഇനി വ്യത്യസ്തമാകാൻ പോകുകയാണ്. ഇന്ന് രാവിലെ പടികളിറങ്ങി കൈവീശി കാണിച്ച് അവനൊരു സാഹസിക യാത്ര ആരംഭിക്കുകയാണ്. ചിലപ്പോൾ അതിൽ യുദ്ധങ്ങളും ദുരന്തങ്ങളും ദുഃഖങ്ങളും നേരിടേണ്ടി വന്നേക്കാം. ഈ ലോകത്തിൽ ജീവിക്കാൻ വിശ്വാസവും സ്നേഹവും ധൈര്യവും അത്യാവശ്യമാണ്. ലോകമേ, അവനെ കൈപ്പിടിച്ചുയർത്തി അനിവാര്യമായ ശിക്ഷണം നൽകുക, കഴിയുമെങ്കിൽ മൃദുവായ ശിക്ഷണം. എല്ലാവരും തിരഞ്ഞെടുക്കുന്ന വഴിയിൽ കൂടി സഞ്ചരിക്കാതെ, ജനക്കൂട്ടത്തിന് പിറകെ ഓടാതെ, സ്വന്തം ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി അവന് നൽകുക. മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ പഠിക്കട്ടെ, പക്ഷേ കേൾക്കുന്നതിൽ നിന്നും സത്യവും നന്മയും അരിച്ചെടുക്കാനും അവൻ പഠിക്കട്ടെ. അവൻ്റെ ഹൃദയവും ആത്മാവും വിൽപ്പന ചരക്കുകൾ ആകാതിരിക്കാൻ അവനെ പഠിപ്പിക്കുക. ആക്രോശിക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ ആരവം കേൾക്കുമ്പോൾ ചെവി പൊത്താൻ അവനെ പഠിപ്പിക്കുക. നന്മ ഉയർത്തിപ്പിടിക്കുവാനും നന്മയ്ക്ക് വേണ്ടി അടരാടുവാനും ശരിയെന്ന് തോന്നുന്നത് ചെയ്യുവാനും അവനെ പഠിപ്പിക്കുക. ശിക്ഷണം മൃദുവായിരിക്കട്ടെ, പക്ഷേ അമിത ലാളനം വേണ്ട. പഴുത്ത ഇരുമ്പാണ് നല്ല ഉരുക്കായി മാറുന്നത്. ഭീമമായ ആവശ്യങ്ങളാണ് ഞാൻ നിരത്തുന്നത്, പക്ഷേ ലോകമേ, നിനക്ക് ആവുന്നത് ചെയ്യുക, അവനൊരു നല്ല പുത്രനാണ് എന്ന് എബ്രഹാം ലിങ്കൻ തൻ്റെ മകനെ സ്കൂളിലേക്ക് പറഞ്ഞപ്പോൾ എഴുതിയ ചരിത്ര പ്രസിദ്ധമായ ഒരു കത്താണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ എല്ലാ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ വളർന്നു വരുന്ന തലമുറക്കും മാതൃകയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് ഗുണകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.